ഹലോ ഗൈസ്, എന്നെ അറിയുന്ന ശ്രീരുത്ത്. എൻ്റെ പേരാണ് ശ്രീരുത്ത്. ഞാൻ പഠിക്കുന്നത് 1-ാം ക്ലാസ്സിൽ. സിമ്പിളായൊരു മരം വരയ്ക്കാൻ പഠിപ്പിച്ചു തന്നാലോ? വായോ. ഓറഞ്ച് കളറെടുത്ത് ഓരോ റൗണ്ടുകൾ വരച്ചു കൊടുക്കാം. അതിൻ്റെ താഴ്വക്കത്ത് ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കാം. മുകളിൽ യെല്ലോ കളർ എടുത്ത് എവിടെ എടുത്തു. യെല്ലോ കളർ അതിൻ്റെ മണ്ണ് മോഡലിൽ കൊടുത്തു കൊടുക്കാം. ഷെയ്ഡാണ്. അതിൻ്റെ കട്ടി കൊടുത്താൽ അത് ചിലപ്പം കുളമാകാൻ കാര്യമുണ്ട്. ഇനി റെഡ് എടുത്ത് അതിൻ്റെ മുകളിലും കൂടി ഒന്ന് കൊടുത്തു കൊടുക്കാം. അതിന് മരം പോലെ തന്നെ ഓരോ മരത്തിന് വരയ്ക്കാറില്ലേ ബൾബ്, അതേപോലെ റെഡ് കളർ കൊണ്ട് പുറത്ത് വരച്ചു കൊടുക്കാം. ഇനി ബ്ലാക്ക് എടുത്ത് ഓരോ തണ്ടുകൾ വരച്ചു കൊടുക്കാം. വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മരം കുളമാവാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞ നേരത്തെ മരം പോലെ അപ്പുറത്തും കൂടി വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ വരയ്ക്കുന്ന പോലെ മരത്തിന് സ്റ്റാൻഡ് ആയ ആ കൊമ്പ്, വലിയ കൊമ്പ് താഴെ വരച്ചു കൊടുക്കാം. അതിനൊരു മാറ്റവും വേണ്ട കേട്ടോ. അതിൻ്റെ താഴിലും നമ്മൾ സാധാരണ മരം വരയ്ക്കുന്ന പോലെ ഇത് തണ്ട് വെച്ച് കൊടുക്കാം. ബ്ലൂ കളർ പുറത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കുറേ യെല്ലോ കളർ എടുത്ത് ഇങ്ങനെ വരച്ചു, അതായത് ആ മരത്തിൽ നിന്ന് ഇല വീഴുന്ന പോലെ ഉണ്ടാവും. ആ യെല്ലോ കളറിൻ്റെ താഴിൽ കുറേ റെഡ് കളർ കൊടുക്കുക. അതിൻ്റെ നടുക്കിനടുക്ക് ഓറഞ്ച് കളർ കൊടുക്കുക. ഇത് മരത്തിൻ്റെ താഴ്ഭാഗത്ത് ഓറഞ്ച് കളർ ഇങ്ങനെ സ്പീഡിലാക്കി പൂശുക. അതിൻ്റെ മണ്ടക്ക് ഇഷ്ടം പോലെ യെല്ലോ കളർ ലൈൻ വരച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ റെഡും കൂടി ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ ഗ്രീൻ കളർ എടുത്ത് അതിൻ്റെ തണ്ട് ഭാഗം വരക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം ഇല്ല പോലെ വരച്ചോട്ടോ. പക്ഷേ ആ തണ്ട് ഏത് ഭാഗത്തോട്ട് പോകുന്നുണ്ടോ ആ ലൈനിൻ്റെ തീരുന്ന അറ്റത്താണ് നിങ്ങൾ പൂക്കൾ വരച്ചു കൊടുക്കേണ്ടത്. പൂക്കൾ ശ്രദ്ധിക്കണം, സാധാരണ പൂവല്ല കേട്ടോ. ഒരു യെല്ലോ കളർ എടുത്ത് ഡോട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ വളരെ രസമില്ലേ? ഓക്കെ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത്ര കളേഴ്സ് ഒരു 5 എണ്ണം ഉണ്ടാവും. ഞാൻ എണ്ണി നോക്കിയില്ല, നോക്കട്ടെ. 1 2